ആൻഡ് രേണു കരയണ്ട, ഉറപ്പായിട്ടും അടുത്തയിലുണ്ടാവും വീക്കെൻഡ് എവിക്ഷൻ പുറത്തു വരും. ആൻഡ് ആദിലാനൂറ എന്ത് സ്ത്രീയാണ് ഇവര്? സാറിക സാറിക എവിക്റ്റായി പുറത്തു വന്നതിൽ 100% ഞാൻ സന്തോഷവാനാണ് കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളോ? ഒന്ന് താഴെ കമന്റ് ബോക്സിൽ പറയുക തുടക്കത്തിൽ തന്നെ. അല്ല, എന്ത് സ്ത്രീയാ ഇത്? ഇവർ എവിക്റ്റായി എന്ന് അറിഞ്ഞപ്പോൾ രേണു അവിടെ ഇരുന്ന് കരയുന്നത് കണ്ടു. അവിടെ ഇരുന്ന് രേണുവിൻ്റെ അടുക്ക ചെന്നിട്ട് രേണുമ്പോളെ കുഴപ്പമൊന്നുമില്ലടി, കരയാതിടി, ഞാൻ ഹാപ്പിയാടി, ഇതൊക്കെ ഗെയിം അല്ലേ ഡി എന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങി ലാലേട്ടൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ വായിന്ന് വീരുന്ന വർത്താനം, രണ്ടുമോളെ നീ പേടിക്കണ്ട, എവിക്ഷനൊക്കെ ഇനിയുണ്ട്, നീ പെട്ടെന്ന് പുറത്തു വരുമെന്ന്. ഇതൊരു മനുഷ്യ സ്ത്രീയാണോ? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പാനി ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയുള്ള ഒരു വൃത്തികേട് ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശാരിക അല്ലല്ലോ, സരിക പുറത്തു വന്നപ്പം, അതായത് സരിക ചേച്ചി എൻ്റെ വീട്ടിൽ പോണേ, എൻ്റെ ഭാര്യയൊക്കെ ഒന്ന് കണ്ടേക്കണേ, ഇങ്ങനെയുള്ളൊരു പരിപാടി ഇന്നലെ അവൻ കാണിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു 100 ഇരട്ടി വൃത്തികേടല്ലേ ഈ സ്ത്രീ കാണിക്കുന്നത്? ഈ ശാരിക അകത്തുള്ള ഒരാളുടെ കോൺഫിഡൻസ് ഇല്ലാതെയാക്കുന്നു. പുറത്തു പോയി ഇനി എന്തായാലും ഗെയിമും തേങ്ങയൊന്നും ഇല്ല, പുറത്തിറങ്ങിയിട്ട് നാളെ തൊട്ട് വലിയ ഡയലോഗ് അടിക്കണം കേട്ടോ. ഹോട്ട് സീറ്റിൽ വന്നിരുന്നിട്ട് ഞാൻ ബിഗ് ബോസിൽ വലിയ പരിപാടികൾ കാഴ്ചവെച്ച ആളെന്നൊക്കെ. എന്താ സ്ത്രീയാണ് ഇതൊക്കെ? അപ്പൊ എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 22 നമ്മുടെ ലാലേട്ടൻ വന്ന എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. ഞാൻ ആരുടെയൊക്കെയോ പ്രിയങ്കരനായ സൈക്കോ ബോയ്. ഇച്ചിരി സൈക്കോത്തരം ഉള്ളത് കൊണ്ടാണോ ഇനി ഈ സാരികേനെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അല്ല, നിങ്ങൾ പറയണേ, നിങ്ങൾ പറ, ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത്തിരി സൈക്കോത്തരമുള്ള എനിക്ക് പോലും ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരുത്തൻ്റെ മറ്റേ കണ്ണീരിൽ പോയി മറ്റേ കുത്തിത്തോണ്ടി, കണ്ണീരിൽ പോയെന്ന് കരഞ്ഞോണ്ടിരിക്കുമ്പോൾ പോയി കുത്തിത്തോണ്ടി, പിന്നെ നീ കുറച്ചുകൂടെ കരയടാ, ഇങ്ങനെയൊക്കെ പറ്റുമോടെ? എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. എന്താണെങ്കിലും ലാലേട്ടൻ വരുന്നു. ഓണമൊക്കെ അടുക്കാറായി മക്കളെ, ഓണമൊക്കെ നമുക്കൊരു പാട്ടൊക്കെ കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രമ്യ നമ്പീശൻ ഏഷ്യാനെറ്റുമായി കൊളാബറേറ്റ് ചെയ്ത് ഏതൊരു പാട്ടൊക്കെ കേൾപ്പിക്കുന്നുണ്ട് തുടക്കത്തിൽ തന്നെ. അതിനുശേഷം നമ്മുടെ അപ്പാനിയോട് കിച്ചണിലെ കാര്യങ്ങൾ ചോദിക്കുന്നു. കാപ്പി പ്രശ്നം, ഓറഞ്ച് അടിച്ചു മാറ്റുന്ന പ്രശ്നം, അതുപോലെ തന്നെ കാപ്പിക്കള്ളിയിൽ നിന്ന് ജിസേലിനെ വിളിച്ചത്, ചപ്പാത്തിക്കള്ളി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ലാലേട്ടൻ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അനീഷിനോട് ചോദിക്കുന്നു, അനീഷ് മന്നെ എങ്ങനെയുണ്ടായിരുന്നടാ ക്യാപ്റ്റൻസി? നല്ല ഊമ്പിയ ക്യാപ്റ്റൻസി ആയിരുന്നു ലാലേട്ട എന്ന് അനീഷ് പറയുന്നുണ്ട്. സത്യം തന്നെ, അല്ലാതെ പ്രത്യേകിച്ച് അതിനകത്ത് കള്ളമൊന്നുമില്ല, ഉള്ള കാര്യം തന്നെ പറഞ്ഞത്. ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്, ഷാനവാസ് പറയുന്നു കൊള്ളത്തില്ല. ജിസൈലിനോട് ചോദിക്കുന്നുണ്ട്, ജിസൈൽ എങ്ങനെയുണ്ട്, നിങ്ങളുടെ കൂട്ടുകാരനല്ലേ, സപ്പോർട്ട് ചെയ്യുന്നോ ഇപ്പോഴും? ഇല്ല ലാലേട്ട, അങ്ങനെ മൊത്തത്തിലൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഷൈറ്റിയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്, വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ ആണല്ലോ. ലാലേട്ട എല്ലാ കാര്യത്തിലും ഒന്നും അത്ര പോരാ. പുള്ളി വന്നതിന് ശേഷമാണ്, കഴിഞ്ഞ ആഴ്ചയാണ് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടായത്. കൂടാതെ എൻ്റെ ഒരു പ്രശ്നം അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട്. മോളുടെ പ്രശ്നം പറയൂ മോളെ, ഇവൻ നീ കരഞ്ഞപ്പോഴത്തേക്ക് ഇവന്റെ ചിരി, ഇവന്റെ മറ്റേടത്തെ ചിരി നാട്ടുകാരെല്ലാവരും കണ്ടതാണ്, പറയൂ ആര്യ എങ്ങനെയുണ്ടാ മോനെ, എന്താ നിന്റെ ചിരിയുടെ നിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ലാലേട്ട അത് എനിക്ക് മറ്റേ എന്ത് ബസ്റ്റ് ഇമോഷൻ ഔട്ട് ബേസ്റ്റ് വന്നതാണ് ലാലേട്ട എന്നൊക്കെ വരുന്ന തൊലിക്കുന്നുണ്ട് അവൻ്റെ തൊലി, അവനുള്ള നമുക്ക് കൊടുക്കാം കേട്ടോ, കുറച്ചുണ്ട് അവനെ പറ്റി പറയാനായിട്ട്. അപ്പോൾ എന്താണെങ്കിലും അത് കഴിയുമ്പോൾ ബിന്നി മോൾ ഡോക്ടർ അല്ലേ, എന്താ ഈ ആര്യമ്മോൻ്റെ കുഴപ്പം, എന്താണ് ഇവൻ്റെ ഇത്ര കുട്ടിക്കഴപ്പ്? ലാലേട്ടാ അവന് ഭ്രാന്താണ് ലാലേട്ടാ, അവനൊരു സൈക്കോളജിസ്റ്റിനെ കാണട്ടെ എന്നൊക്കെ ബിന്നി പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവന് മുട്ട ഭ്രാന്ത, ഉള്ള കാര്യം പറയുള്ളൂ, മുട്ട ഭ്രാന്ത അവന്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അവൻ എല്ലാവരും ഒരു മറ്റേ ഹൃത്തിക് റോഷൻ സെറ്റപ്പാ, ഹൃത്തിക് റോഷൻ അല്ല, രൺബീർ കപൂർ സെറ്റപ്പാ അവൻ. സത്യം പറയാലോ എനിക്ക് ഇഷ്ടമല്ല അവനെ, ഉള്ള കാര്യം പറയാലോ. എനിക്കിപ്പോൾ ഇവൻ്റെ ഒരു ക്യാരക്ടർ കണ്ടിട്ട് അതിനകത്ത് വോട്ടവോ ഗെയിം എന്നൊക്കെ എല്ലാവരും പറയും. നമുക്ക് ഒരാളുടെ ഗെയിം കാണുമ്പോൾ മനസ്സിലാവാം, ഗെയിം കൊള്ളാം, കളിക്കട്ടെ അവൻ. പക്ഷേ ഈ ഗെയിം എന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് മണ്ടത്തരം കാണിക്കുന്ന ഒരുത്തരാണ് അവൻ. എന്നിട്ട് ആ മണ്ടത്തരത്തിനെ വെളുപ്പിക്കും, എന്നിട്ട് അത് ബാക്കിയുള്ളവരോ തലയെ വെച്ചു കൊടുക്കും. അത് അത്ര നല്ല ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഗെയിം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയത് മറ്റുള്ളവരുടെ തലയെ വെച്ചു കൊടുത്തു നിന്റെ ഗെയിം. പക്ഷെ ഇവൻ ആ ചെയ്യുന്നതിനകത്ത് ഒരു നിലവാരമൊന്നും പറയുന്നില്ല, നിലപാടില്ല ഇവന്. അത് ഇന്നലെ ലാലേട്ടൻ തെളിയിച്ചതാണ്. അങ്ങനെയുള്ള ഒരുത്തനാണ്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഈ പരിപാടി എല്ലാം കൂടെ കളക്കിലെടുത്ത്, പിന്നെ ഇവൻ്റെ ഈ ചിരി, ഇവൻ്റെ മറ്റേടത്തെ ചിരി, ഒരാളിരുന്ന് ശോകം പറയുമ്പോൾ ഇവൻ്റെ ചിരി, ഇതെല്ലാം ആർക്കും അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഒരു ശിക്ഷ കൊടുക്കുന്നുണ്ട്. ശിക്ഷ കൊടുക്കുന്നതിൻ്റെ മെയിൻ കാര്യം, ഇവൻ ഈ ചിരിച്ചതിൻ്റെ പുറകിൽ ഇവൻ ഒരുപാട് കഥ പറയുന്നുണ്ട്. അവന് ബാക്ക് പെയിൻ ആയിരുന്നു, ഇമോഷണൽ മറ്റേ തേങ്ങയായിരുന്നു, മാങ്ങയായിരുന്നു എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ബാക്ക് പെയിൻ ഉള്ള നിനക്ക് ചെരുപ്പ് വലിച്ചെറിയാൻ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ചെരുപ്പ് വലിച്ചെറിഞ്ഞതിന് മെയിനായിട്ട് ലാലേട്ടൻ ഒരു ശിക്ഷ അങ്ങോട്ട് കൊടുക്കുകയാണ് നമ്മുടെ ആര്യമ്മോന്. വേറൊന്നുമല്ല, അടുത്ത ആഴ്ച നോമിനേഷനിൽ നീ ഉണ്ടാ മോനെ എന്നങ്ങ് പറഞ്ഞു, വരട്ടെ അവൻ, നമുക്ക് നോക്കാം. ഈ ഇവൻ്റെ ചിലപ്പം ചുണപ്പും വിളപ്പും ഒക്കെ കണ്ടിട്ട്, ഇവൻ്റെ ഈ ഹാൻഡ്സംസ് ഒക്കെ കണ്ടിട്ട്
ചില പെൺകുട്ടികൾ ചിലപ്പോൾ ഇവന് വോട്ട് കുത്തും. അത്യാവശ്യം ബോധമുള്ളവർ ഇവനെ വോട്ട് കുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇവൻ്റെ കളി കണ്ടതാണ് നമ്മളൊക്കെ. അപ്പോൾ ഇതെല്ലാം കഴിയുന്നുണ്ട്. അതിനുശേഷം ജിസേലിനെ പൊക്കുന്നു. ജിസേൽ മോളെ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ, ജയില് സൂപ്പറായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് കഴിയുമ്പോൾ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ജിസേലിനെ ആരെങ്കിലും ഇവിടെ നോട്ടം, ജിസേലിൻ്റെ അടുക്കലുള്ള നോട്ടങ്ങൾ ശരിയല്ല ജിസേലിന് തോന്നുന്നുണ്ടോ? ഇല്ല ലാലേട്ടാ, എനിക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഞാൻ കേട്ടല്ലോ. ഷാനവാസ് മോനെ എണീക്കട കുട്ടാ. ലാലേട്ടാ, ഞാനത് വന്ന സമയത്ത് പറഞ്ഞതാ, വന്ന സമയത്തല്ലല്ലോ. നീ കഴിഞ്ഞ ദിവസം ആരെയോ വിളിച്ചിരുത്തി ഈ സാധനം വീണ്ടും വീണ്ടും അടിക്കും. ഷാനവാസിന്റെ ഗെയിം, ഷാനവാസ് ഇടയ്ക്കിടയ്ക്ക് അത് കുത്തുന്നുണ്ട്. ഇത് ആർക്കിട്ടാ കുത്തുന്നത് അറിയാലോ? അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്നുള്ളൊരു സാധനം ഷാനവാസ് ഇടയ്ക്കിടയ്ക്ക്, ഷാനവാസിന്റെ ഗെയിമാണത്, അല്ലാതെ വേറൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും അത് നടക്കുന്നുണ്ട്. അതിനുശേഷം മറ്റേ ഡിബേറ്റിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പാനി ഷാനവാസിന്റെ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നല്ലോ, ഇവരുടെ ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ, ഇവർക്ക് പുറത്ത് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു, അതിനെപ്പറ്റി ജസ്റ്റ് ഒരു സംസാരം നടക്കുന്നുണ്ട്. എന്നിട്ട് ഷാരികയോട് പറയുന്നു, ഷാരിക മോള് മറ്റേ ഹോട്ട് സീറ്ററിന്റെ കൊണാണ്ടർ ആണല്ലോ, നീ ചോദിക്കൂ, നിന്റെ ഹോട്ട് സീറ്റ് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരു ഹോട്ട് സീറ്റ് പരിപാടി നടക്കുന്നുണ്ട്. ഷാനവാസ് നല്ല അണ്ണാക്കി കൊടുത്തു ഷാരികയ്ക്ക്, എന്താണെങ്കിലും സൗകര്യമില്ല, പോരെ. ഈ ഒരു ടോണിലുള്ള ഒരു സാധനം ഷാരികയ്ക്ക് ഇറക്കിയപ്പം ഷാരികയുടെ കിളി പോയി. അത് കഴിയുമ്പോഴത്തേക്ക് അക്ബറിനോട് ലാലേട്ടൻ പറയുന്നത്, അക്ബർ നിങ്ങളുടെ ഒന്ന് കാണട്ടെ, നിങ്ങളുടെ പരിപാടി ഒന്ന് കാണട്ടെ എന്ന് പറയുന്നുണ്ട്. പരിപാടി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അക്ബർ നിന്നിട്ട് പാരഡി, കഴിഞ്ഞ ആഴ്ച കുറച്ച് പാരഡി ഗാനങ്ങളൊക്കെ അക്ബർ പാടുന്നുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ എഴുതിയിട്ട് അക്ബർ ഇങ്ങനെ അത് പാടുന്നുണ്ട്. നെവിൻ ഒരു സൈഡിൽ നിന്ന് എന്തൊക്കെയോ ഓപ്പറായും കാണിക്കുന്നുണ്ട്. ഒരു കഥയില്ലാത്തൊരുത്തൻ. എന്റർടൈൻമെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ എന്റർടൈൻ ചെയ്ത് ലാസ്റ്റ് നമ്മളെ വെറുപ്പിക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാവുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ബെല്ലടിക്കുന്നുണ്ട് സ്റ്റോർ റൂമിൽ പോകാൻ. അപ്പോൾ ഒരു ചെറിയ ടാസ്ക് എന്നൊന്നും പറയുന്നില്ല. നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് ശൈത്യം 1-2 പേര് പോകുന്നു. ഒരു ബോർഡ് പോലെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്നു. ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഞാനൊരു പുലിയല്ല എലിയാണ്. ഒരു കോളത്തിൽ കണ്ടസ്റ്റൻസിന്റെ പേരുണ്ട്, പിന്നെ മേളിൽ ഞാനൊരു പുലിയല്ല എലിയാണ്. അടുത്ത കോളം ഞാനൊരു കാലുമാറ്റക്കാരൻ, പിന്നെ ഞാനൊരു നിഴൽ മാത്രം, ഞാൻ ഗെയിമർ, വിശ്വസിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. അപ്പം ഫസ്റ്റ് നമ്മുടെ അനീഷ് വരുന്നുണ്ട്. അപ്പം അനീഷിൽ ഇതിൽ ആരെയൊക്കെ, അതായത് ഈ ഞാനൊരു പുലിയല്ല എലിയാണെന്ന് പറയുന്നതിനകത്ത് ആരുടെയെങ്കിലും പേരിൽ ടിക്ക് ചെയ്യാം, ആ ഒരു പരിപാടി അത് നടക്കുന്നുണ്ട്. അത് നടന്നു കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഞാനൊരു പുലിയല്ല എലിയാണ് എന്ന് പറഞ്ഞതിനകത്ത് ടിക്ക് കിട്ടിയത് നമ്മുടെ ആര്യമ്മോനാണ്. എന്നിട്ട് ആര്യമ്മോൻ ആയപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാവരും പറയുന്നുണ്ട്, അത് നമ്മൾ കണ്ടതാണല്ലോ, ഇവനി പറയുന്ന മറ്റേ പുലി ഗെയിമിലോട്ട് ചാടി ഇറങ്ങിയാലെല്ലാം ഞാൻ തന്നെ എടുക്കും, ബാഡ്ജ് വന്നപ്പോൾ തൊട്ട് എനിക്ക് അതിൻ്റെ ഒരു അഹങ്കാരം ഈ മോന് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഫിസിക്കൽ ഗെയിമുകൾ ഇവനെ കൊണ്ട് പറ്റും, പക്ഷെ തല ഉപയോഗിച്ചിട്ടുള്ളത് ഇവനെ കൊണ്ട് പറ്റൂല. അവിടെയാണ് ഇവന് പണിവാളി പോകുന്നത് എന്താണെങ്കിലും. അപ്പം എല്ലാം ഫിസിക്കൽ തന്നെ വരുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഒരുപാട് ആളുകളുണ്ട് ഫിസിക്കലായിട്ട്, ലേഡീസിന് ഒരു പരിധി കൂടുതൽ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായിട്ടുള്ള സാധനങ്ങൾ വേണം. അത് വരുമ്പം ഇവനെ പോലുള്ളവൻ്റെ കയ്യിൽ നിന്ന് പോകും. പോട്ടെ. അപ്പം എന്താണെങ്കിലും ഞാൻ പുലിയല്ല എലിയാണ്, ആര്യനാണ്. ഒരു കപ്പ്, ഒരു കപ്പെന്ന് പറയുന്നില്ല, എന്താ കപ്പെന്ന് പറയാൻ പറ്റും, ഒരു ക്യാപ്പ്, ഇങ്ങനെ ഈ സാധനം എഴുതിയ, ഞാനൊരു പുലിയല്ല എലിയാണെന്ന് എഴുതിയ ഒരു ക്യാപ്പ് ഇവന് കൊടുക്കുന്നുണ്ട്. അത് തലേ വെക്കണം. അങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കുന്നുണ്ട്. ഞാൻ കാലുമാറ്റക്കാരൻ ഷാരികയ്ക്കാണ് കിട്ടിയത്. ഷാരിക വെക്കും. ഷാരിക കിട്ടാൻ കാരണം 3 പേർക്ക് 3 പോയിന്റ് വെച്ച് ഒരേപോലെ വന്നു. ഈ ഞാൻ കാലുമാറ്റക്കാരനിൽ അക്ബർ, ഷാരിക, നെവിൻ, അതിൽ എല്ലാവരും കൂടെ സെലക്ട് ചെയ്ത് കൊടുത്തത് ഷാരികയ്ക്കാണ്. പിന്നെ ഞാൻ നിഴൽ മാത്രം, അത് അപ്പാനിയായി. പിന്നെ ഞാൻ ഗെയിമർ, അത് അനീഷിനാണ്. അനീഷ് നല്ല ഒന്നാന്തര ഗെയിമർ ആണെന്ന് കഴിഞ്ഞ ദിവസം തെളിയിച്ചതാണ്. അത്യാവശ്യം ബോധമുള്ളവർക്ക് അനീഷിന്റെ ഗെയിം മനസ്സിലാവും. ബിന്നിയെ പോലുള്ളവർക്ക്. ഷാരികയ്ക്ക് മനസ്സിലായി, പക്ഷേ ബിന്നിയുടേതായിട്ടുള്ളൊരു ഗെയിമുണ്ട്. ഷാരികയ്ക്ക് അത് ഇല്ലാതായിപ്പോയി. ഷാരിക അതുകൊണ്ടാണ് ഔട്ടായത്. ഷാരിക അനീഷ് എന്തെങ്കിലും ചെയ്താൽ അതിന്റെ പുറകെ പിടിക്കും. അങ്ങനെ പിടിക്കാൻ നിന്ന ദൈപ്പേ വന്ന കണക്ക് പുറത്ത് വരും, അത്രേ ഉള്ളൂ. പിന്നെ വിശ്വസിക്കരുത്, അത് അനിമോളാണ്. അപ്പൊ പിന്നെ തൊപ്പിയൊക്കെ അങ്ങോട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പൊ ഈ തൊപ്പി വെച്ച് കഴിഞ്ഞ ഉടനെ നമ്മുടെ ആര്യമ്മോന്റെ ഷോ വീണ്ടും അങ്ങ് തുടങ്ങി. ലാലേട്ടാ, കുളിക്കാൻ പോകുമ്പോ തൊപ്പി ഊരി വെക്കാമോ ലാലേട്ടാ? എടാ മോനെ, കുളിക്കാൻ പോകുമ്പോ തൊപ്പി ഊരി വെക്കാടാ, അല്ലാതെ ഇത് വെച്ചോണ്ടാരും കുളിക്കത്തില്ലടാ. ഓക്കെ. ലാലേട്ടാ, ഉറങ്ങാൻ പോകുമ്പോ തൊപ്പി വെക്കാവോ? എടാ മോനെ, നീ എന്നെ മറ്റേ ഊശയാക്കാൻ നോക്കുവാണോ നീ? ലാലേട്ടൻ അടിച്ചവനിട്ട് നല്ല കാനത്തിൽ തൊട്ടപ്പുറയിരുന്ന അപ്പാനി പറയുന്നുണ്ട്, നീ എന്താടാ ചോദിക്കുന്നത്, നിർത്തണമെന്നുള്ളൊരു സാധനം പറയുന്നുണ്ട്. പക്ഷെ അവൻ മറ്റേ ഓവറാണ് ഇവൻ കുറച്ച്. ഇവൻ പൊട്ടനാണോ ഇവൻ? കുളിക്കുമ്പോഴും കിടന്ന് ഉറങ്ങുമ്പോഴും ഒക്കെ ഇത് എന്തോ ഇവൻ ചോദിക്കുന്നത്? ഇവനപ്പം ബിഗ് ബോസ് കണ്ടിട്ടില്ലേ? ബിഗ് ബോസ് വിടുക, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഗെയിം, ഒരു പണിഷ്മെന്റ് കിട്ടി. പക്ഷേ തലയിൽ കുളിക്കുമ്പോൾ ഇതും വെച്ചോണ്ട് തലയിൽ വെള്ളം ഒഴിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ഇതും വെച്ച് ഉറങ്ങാൻ പറ്റുമോ? എനിക്കറിയാൻ പാടില്ല. ലാലേട്ടൻ പറയുന്നുണ്ട്, ബിഗ് ബോസ് പറയും, അപ്പം നീ അങ്ങ് ചെയ്താൽ മതി, ഊരിയാ മതി എന്നുള്ളൊരു കുളിക്കുന്ന കാര്യം പറഞ്ഞു. കുളിക്കുമ്പോൾ നീ ബാത്റൂമിൽ കയറിയിട്ട് മാറ്റി വെക്കുക, എന്നിട്ട് കുളിക്ക്. പിന്നെ അവൻ്റെ സംശയം, മറ്റേടത്തെ സംശയം. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക്
എവിക്ഷൻ നല്ല രസമായിരുന്നു കേട്ടോ. കണ്ണാടിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അങ്ങനെ എവിക്റ്റ് ആവുന്നത് നമ്മുടെ ശാരിക ചേച്ചിയാണ്. പുറത്ത് വരുന്നുണ്ട്. പിന്നെ ചേച്ചിയുടെ കുറച്ച് കണാകുണ കഥകൾ. ഞാൻ പറഞ്ഞല്ലോ, രേണു ഒരു കാര്യമില്ലാതെ രേണു കരയുന്നുണ്ട്. എനിക്കറിയത്തില്ല രേണു എന്തിനാ കരയുന്നതെന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഞാനും ഒന്ന് ഞെട്ടി. രേണു എന്തിനാ കരയുന്നത് ശാരിക പോകുന്നതിന്? പക്ഷെ രാരികയ്ക്ക് യാതൊരു എല്ലാം ഗെയിമാണല്ലോ. എൻ്റെ പൊന്ന് പ്രിയപ്പെട്ട ഓൺലൈൻ മീഡിയക്കാരോടാണ്, നാളെ ഈ പെണ്ണുമ്പിള്ള മറ്റേ കൊച്ചിയിൽ വന്നിറങ്ങുമ്പോൾ മൈക്കും കൊണ്ട് പോവല്ലേ, ഇതിനെ ഒന്നും ബൂസ്റ്റ് ചെയ്യിക്കല്ലേ. വേറെ കുറേ ആൾക്കാർ ഇനിയും വരും, അവരെയൊക്കെ ബൂസ്റ്റ് ചെയ്യും. ഈ ഐറ്റത്തിനെ ഒന്നും ബൂസ്റ്റ് ചെയ്യാതെ ഒന്നും കാണിച്ചിട്ടില്ല. വെറും ഞാനൊന്നും പറയുന്നില്ല, ഒന്നും ഇല്ലായിരുന്നു ഈ ചേച്ചിക്ക് അതിനകത്ത് കയറിയിട്ട്. അപ്പോൾ ഇത് കഴിയുന്നു. ലാലേട്ടൻ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകുന്നു. ലാലേട്ടൻ സത്യം പറഞ്ഞാൽ 1 മണിക്കൂർ എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം പിന്നെ കുറച്ച് വീട്ടിനകത്തെ കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പാനി ശൈത്യയുടെ ഒരു കേസുണ്ട്. അത് വേറൊന്നുമല്ല, ഈ നമ്മുടെ ലാലേട്ടൻ ഉള്ളപ്പോൾ തന്നെ ഇവരോട് അത് ചോദിക്കുന്നുണ്ട്. അതായത് ഈ അനുമോള് അപ്പാനിയുടെ കാലിടയ്ക്കൊന്ന് കിച്ചണിൽ വെച്ച് തൊട്ടായിരുന്നു, ചേട്ടാ ക്ഷമിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അതിനുശേഷം അപ്പാനിക്ക് ഭയങ്കര നെഗറ്റിവിറ്റി ആണെന്നുള്ളൊരു സാധനം അപ്പാനി ശൈത്യോട് ഇവർ രണ്ടുപേരും അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം. അതിനെപ്പറ്റി ലാലേട്ടനും ചോദ്യം ചെയ്യുന്നുണ്ട്. അത് വിട്ടുകളയാൻ പറയുന്നുണ്ട്. അത് ചോദ്യം ചെയ്തിട്ടാണ് നമ്മുടെ അപ്പാനി അനുമോളും ഈ ഒരു എവിക്ഷനകത്ത് ഉണ്ടായിരുന്നു, ശൈത്യം ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പാനി നമ്മുടെ അനുമോളെയും കൂടെ സേവ്ഡ് ആണെന്ന് പറയുന്നത് ഈ ഒരു ലാസ്റ്റത്തെ എവിക്ഷൻ്റെ ആ ഒരു പ്രോസസ്സിലല്ല, അതിന് മുന്നേ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഈ ഒരു കേസ് എടുത്തിരുന്നത്. ഈ അന്ധവിശ്വാസത്തിൻ്റെ ഒരു പരിപാടി ഇച്ചിരിയൊക്കെ എനിക്ക് വിശ്വാസമുണ്ട് കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. അന്ധവിശ്വാസം ഒന്നും പറയത്തില്ല, ആവശ്യത്തിനുള്ള വിശ്വാസമുണ്ട്. വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ ചില ഉടായ്പകളൊക്കെ നമ്മളൊന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അതുപോലുള്ളൊരു സാധനം ഈ അപ്പാനി ശൈത്യ അവിടെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി അപ്പാനി ശൈത്യം കൂടെ സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ ശൈത്യ, നിങ്ങളല്ലേ പറഞ്ഞത് അവൾ പുറത്തെങ്കിലും എന്തെങ്കിലും, അതായത് അപ്പാനി ശൈത്യയോട് പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, ഇവള് പുറത്തെന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും മോളെ വന്നിരിക്കുന്നത് എന്നുള്ളൊരു ഗെയിമിലൊക്കെ. അതായത് കൂടത്രം പരിപാടി അങ്ങനത്തെ ഒരു സെറ്റപ്പ് അത് ചെയ്തിട്ടാണ് ഇവൾ വന്നിരിക്കുന്നുള്ളൊരു ചോദ്യമൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ അപ്പാനി ആര്യനും കൂടെ ഇരുന്ന് കുശുമ്പും കുന്നായ്മയും പറയുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴും ഇവന്റെ അഹങ്കാരത്തിനൊരു കുറവുമില്ല കേട്ടോ. പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ ആര്യന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഇവൻ എന്തിനാണ് ഇത്ര ഷോ? എനിക്കറിയാൻ പാടില്ല. ഗെയിം കളിച്ചാൽ പോരെ? ഇവൻ അപ്പോഴും ഇരുന്നിട്ട് മറ്റേ അഹങ്കാരമാണ്, മൊട്ട, എൻ്റെ മൊട്ട, അവൻ്റെ മൊട്ട. അതായത് ഇവൻ മൊട്ട അടിക്കാൻ പറ്റാത്തതിൻ്റെ രീതിയിൽ നല്ല തെറി കേട്ട് ഇവനൊരു മണ്ടറാന്ന് എല്ലാവരും അറിഞ്ഞു. എന്നിട്ട് പോലും ഇവൻ അവൻ്റെ മൊട്ട, എല്ലാ ഗെയിമും ഞാനാണ് ജയിച്ചത്, അവസാനം ഒരു പണി കിട്ടി എന്ന് വെച്ചിട്ട് എല്ലാവരും എൻ്റെ നെഞ്ചത്താണ് കയറുന്നത് എന്നുള്ള രീതിയിൽ അവനോട് ഇരുന്ന് പറയുന്നുണ്ട്. എല്ലാ ഗെയിമും അവൻ ജയിച്ചെന്ന് പറഞ്ഞാൽ എല്ലാ ഗെയിമും ഫിസിക്കലായിരുന്നു. ബുദ്ധി ഉപയോഗിച്ച് കളിക്കേണ്ട ഗെയിം ആകുമ്പോഴത്തേക്ക് ഇവൻ മണ്ടനാവും. അത് അങ്ങനെയാണ്, അതവൻ മണ്ടനായതുകൊണ്ട് തന്നെ, അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഒരു സൈഡിൽ ജിസയിലും ബിന്നിയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ആര്യനെ പറ്റി. ജിസയിലിനെ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ആര്യനെ. ജിസയിൽ അത് പറയുന്നുണ്ട്, അവൻ ശരിയല്ല, അവൻ്റെ ഗെയിം അവൻ ആദ്യമേ വന്നപ്പോൾ ഓക്കെ ആയിരുന്നു, ഇപ്പം അവൻ ഭയങ്കര അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറ്റം പറയുന്നുണ്ട്. ജിസയിൽ ബിന്നിയെടുക്കെ ജിസയിൽ കളം മാറ്റി ചവിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ബാക്കി നമുക്ക് കാണാം. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് റീഗൽ ജുവലേഴ്സിൻ്റെ ഒരു ചെറിയൊരു പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അതും കഴിഞ്ഞിട്ട് ഒരു കേസ് ഞാൻ ശ്രദ്ധിച്ചു. നൂറ ഇരുന്നിട്ട് ആതിരയുടെ ബർത്ത്ഡേ ആണ് നാളെ, അപ്പോൾ അതിന് ബിഗ് ബോസ് നാളെ ഒരു കേക്ക് തരുമോ, ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചുള്ളപ്പോൾ ഒരു കേക്കെങ്കിലും ഞങ്ങൾ മുറിക്കുന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജിസേ നമ്മുടെ നൂറ അവിടെ ഇരുന്നിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ബർത്ത്ഡേക്ക് എന്തെങ്കിലും നാളെ ഒരു കേക്കോ എല്ലാം കട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മുടെ നൂറേയും ആദിലയും കൂടെ ഇരുന്ന് വിഷമിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറേ പേർക്ക് കത്തിക്കാണും, കുറേ പേർക്ക് കത്തിക്കാണത്തില്ല. നമ്മുടെ ഇന്നലെ അക്ബറിൻ്റെ ഉമ്മ വിളിച്ചല്ലോ, അക്ബറിനെ മറ്റേ ഇവിടെ നമ്മുടെ കൺഫെഷൻ റൂമിൽ വെച്ചിട്ട്. അപ്പോൾ ഉമ്മ നീ ദേഷ്യപ്പെടരുത്, നീ കൺട്രോൾ ചെയ്യണമെന്നൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഉമ്മ പറഞ്ഞൊരു കേസുണ്ട്, ആദിലെ നോറയായിട്ട് വൈകുന്നേരത്തെ ഇരിപ്പ് വേണ്ട, അതായത് അധികം കമ്പനി വേണ്ട അവരുമായിട്ടൊന്നൊരു സാധനം പറയുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി പറഞ്ഞ് ആദിലെ നോറയെ സങ്കടപ്പെടുന്നുണ്ട്. സത്യം പറഞ്ഞത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി കേട്ടോ. രണ്ട് ജീവികളല്ലേ അവരെ അങ്ങനെ കണ്ടാൽ മതി. ഒരുപാട് നമ്മൾ സ്നേഹിച്ചെടുത്ത് തല വെക്കണമെന്നൊന്നുമില്ല, പക്ഷേ സമൂഹത്തിൽ നിന്ന് അവരെ ഒരു മൂലയിലോട്ട് അടിച്ചിട്ട് മറ്റേ ആ പരിപാടി ചെയ്യാതിരിക്കുക. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല. അവരുടെ ഈ ഒരു ലെസ്ബിയൻ കപ്പിൾ എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് ഒരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് ഇഷ്ടമുള്ളൊരു കാര്യമൊന്നും അല്ലത്. പക്ഷെ എന്ന് വെച്ചിട്ട് രണ്ട് മനുഷ്യജീവികളാണ്, ദ്രോഹിക്കാതിരിക്കുക. ഒരു പ്ലാറ്റ്ഫോമിൽ വിളിച്ച് അക്ബറിൻ്റെ ഉമ്മ പറയുമ്പോഴത്തേക്ക് ആ സാധനം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. അവരതിൻ്റെ പേരിലിരുന്ന് സങ്കടപ്പെടുന്ന കണ്ടു. അതിൻ്റെ ആവശ്യം തീരെ ഉണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ പറഞ്ഞ മൊത്തം എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.